ഹലോ കുട്ടികളെ, അപ്പം SSLC കുട്ടികളാണ് നിങ്ങൾ. SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വാല്യുവേഷനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷുവും ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് ഈ 1 വീക്ക് വാല്യുവേഷൻ എല്ലാം ടീച്ചേഴ്സിനെല്ലാം ലീവായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് 21-ാം തീയതി വീണ്ടും ഇന്ന് മുതൽ വാല്യുവേഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വാല്യുവേഷൻ മീൻസ് ഇത്രയും ദിവസം കഴിഞ്ഞ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ SSLC വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുട്ടികൾക്ക് മാർക്കൊക്കെ ഉണ്ട്. പഴയ പ്രീവിയസ് ഇയറുകളിലുള്ള മാർക്ക് പോലെ തന്നെ ഈ വർഷവും കുട്ടികൾക്ക് മാർക്ക് കിട്ടും. അങ്ങനെ മാർക്കൊന്നും കുറയാൻ SSLCക്ക് സാധ്യതയില്ല എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. പേപ്പർ നോക്കിയ രീതിയിൽ അത്യാവശ്യം സ്ഥിരം എങ്ങനെയാണോ പേപ്പറിൽ കുട്ടികൾ എഴുതുന്ന ഒരു ഗ്രാജുവൽ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഈ വർഷവും. വലിയ മാർക്കിലൊന്നും നിങ്ങൾക്ക് കുറവൊന്നും വരത്തില്ല. പിന്നെ A+ന്റെ എണ്ണം കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചൊന്നും ലേശം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ വർഷം. മീൻസ് A+ ഉദ്ദേശിച്ചത് ഫുൾ A+ന്റെ എണ്ണം കേട്ടോ. വേറെ നിങ്ങൾക്ക് SSLC വാല്യുവേഷൻ ടഫ് ഒന്നുമല്ല, എല്ലാം ലിബറലാണ്, നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ കുറേ കുട്ടികൾ ചോദിച്ചായിരുന്നു, സാറേ A+ കിട്ടാൻ എനിക്ക് 40-ന് 35 മാർക്കൊക്കെ കിട്ടുള്ളൂ, A+ കിട്ടത്തില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ A+ന്റെ കൺഫ്യൂഷൻ ചോദിച്ചായിരുന്നു. കുറേ കുട്ടികൾക്ക് അറിയത്തില്ല A+ എത്ര വേണമെന്ന്. ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് A+ കിട്ടാൻ 40-നാണ് നിങ്ങളെ ടോട്ടൽ എക്സാം എങ്കിൽ നിങ്ങൾ 35 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഓൺ എക്സാമിനൊക്കെ 36 വായിക്കണമായിരുന്നു A+ കിട്ടാൻ. മെയിൻ എക്സാമിന് 35 വാങ്ങിച്ചാൽ മതി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് CE മാർക്ക് ഉണ്ടല്ലോ കുട്ടികളെ, ഇന്റേണല്, അത് ഈ 40-നുള്ള സബ്ജക്റ്റിന് 10 മാർക്കാണ് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ. ഈ 10 മാർക്കും കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഫുള്ള് കിട്ടിക്കാണും. നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിന്റെ കൂടെ ആ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്ക് എത്ര കിട്ടും? 45 കിട്ടും. ടോട്ടൽ ഇതിന്റെ 50-ന് 45 കിട്ടിയാൽ A+ ആണ്. എന്നാൽ നിങ്ങൾ 40 മാർക്കിന് റിട്ടേൺ എക്സാം എഴുതുമ്പോൾ 10 മാർക്ക് CE അല്ലേ, 40ഉം 10ഉം കൂടെ ചേർത്ത് ടോട്ടൽ 50 മാർക്കിനാണ് എക്സാം എന്ന് പറഞ്ഞാൽ 40 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കും, 10 മാർക്ക് ഫ്രീ ആയിട്ട് CE മാർക്കിന്. അങ്ങനെ 50 മാർക്കിന് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 45 മാർക്ക് കിട്ടുകയാണെങ്കിൽ A+ കിട്ടും. അപ്പൊ നിങ്ങൾ റിട്ടേണിൽ 36 മാർക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 35 മാർക്ക് വാങ്ങിച്ചാലും CE മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ 45ആയി നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും. അപ്പൊ 35ഓ അതിനേക്കാളും കൂടുതലോ ഏത് മാർക്ക് വാങ്ങിച്ചാലും നിങ്ങൾക്ക് A+ കിട്ടും. അപ്പൊ 35 മാർക്ക് എഴുതി വന്ന കുറേ കുട്ടികൾ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ തെറ്റിയ, സാറേ എനിക്ക് 35 മാർക്കേ വരുന്നുള്ളൂ, ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും. ഇനി 80-നാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ 70 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. 72 മാർക്ക് വാങ്ങിക്കേണ്ട A+ കിട്ടാൻ. കാരണം അവിടെ 80 മാർക്കിന്റെ എക്സാംസ് ഇപ്പൊ മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് എന്തുണ്ടാ? CE മാർക്ക് ഉണ്ട്. ആ 20 മാർക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടൂടാ? 90 മാർക്ക് കിട്ടും. ഔട്ട് ഓഫ് എത്രയ്ക്കാ? 100. ടോട്ടൽ 100-നാണ്. 80 മാർക്ക് റിട്ടേൺ എക്സാമും 20 മാർക്ക് CE. അപ്പൊ ടോട്ടൽ എത്രയാ? 100-നാണ്. 100-ന് 90 മാർക്ക് വാങ്ങിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് A+ കിട്ടും. അപ്പൊ 80-ന് 70 എഴുതി വാങ്ങിച്ചാൽ മതി, 20 മാർക്ക് CE കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90 കിട്ടും. അപ്പൊ 80 മാർക്കുള്ള എക്സാമിന് 70 അതിൽ കൂടുതൽ വാങ്ങിച്ചാൽ A+ കിട്ടും. 40 മാർക്കുള്ള എക്സാമിന് 35 അതിന് കൂടുതൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും. അപ്പൊ എല്ലാവർക്കും ആ കൺഫ്യൂഷൻ മാർക്ക് കിട്ടിയല്ലോ. അപ്പൊ 36-ഉം 72 വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 35-ഉം 70-ഉം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? A+ കിട്ടും. അപ്പൊ കുറെ കുട്ടികൾക്ക് സന്തോഷമായില്ലേ? അപ്പൊ നിങ്ങളുടെ റിസൾട്ട് മെയ് 2nd വീക്ക് ഒക്കെ ആവുമ്പോൾ വരും കേട്ടോ. ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട, നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഈ വർഷവും നിങ്ങൾക്ക് വലിയ ടഫ് ഒന്നും ഇല്ലാതെ നല്ല റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടും. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്.